MK Fabrics റംസാൻ മൊഴിമുത്തുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് My Wedding, My MK Fabrics, MK Road, Kollam. Signature Groom and Bride, opposite Shangas Hospital, Kollam. അറഫ ഗോൾഡൻ ഡയമണ്ട്സ് അട്ടക്കുളങ്ങര തിരുവനന്തപുരം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ. അല്ലാഹ്വിൻ കാരുണ്യം ചൊരിയും റംളാൻ മാസം, രാപ്പകൽ ഇബാദത്തിൽ മുഴുകും പുണ്യമാസം. തിന്മ നിറഞ്ഞ ഈ ദുനിയാവിലെന്നും നന്മതൻ വാതിൽ തുറന്നിടണേ നാഥ. ഹൃദയത്തിൻ നോവുകൾ കാണുന്ന ഫർഹാനെ, പാപമെല്ലാം മാറ്റി സലാമത്തേകണേ നാഥ. ഹൃദയത്തിൻ നോവുകൾ കാണുന്ന ഫർഹാനെ, പാപമെല്ലാം മാറ്റി സലാമത്തേകണേ നാഥ. ദുഃഖത്തിൻ മാറാല നീക്കണേ സുബ്ഹാനേ, റംളാൻ വ്രതം എന്നിൽ തുണയേകണേ നാഥ. ദുഃഖത്തിൻ മാറാല നീക്കണേ സുബ്ഹാനേ, റംളാൻ വ്രതം എന്നിൽ തുണയേകണേ നാഥ. അല്ലാഹ്വിൻ കാരുണ്യം ചൊരിയും റംളാൻ മാസം, രാപ്പകൽ ഇബാദത്തിൽ മുഴുകും പുണ്യമാസം. അസ്സലാമു അലൈക്കും. കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം MK ഫാബ്രിക്സ്. കൊല്ലം MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന റമളാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാനിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ വലാ മഅരിഫത ഇല്ലാ മാ അൽഹംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാനിൻ്റെ 4ാമത്തെ ദിനത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാ. MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന അൽ ബയാൻ എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ്സിലേക്ക് അൽഹംദുലില്ലാ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നാസറുദ്ദീൻ സാറും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ ഒരു സ്നേഹബന്ധം അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ ബിസിനസ്സിൽ അല്ലാഹു എല്ലാവിധ ഖൈറും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വർഷങ്ങളായി നമ്മുടെ ഈ പ്രോഗ്രാം അൽഹംദുലില്ലാ ഏത് കാര്യത്തിനും അവർ പറയുമ്പോൾ തന്നെ ദീനീപരമായിട്ടുള്ള വിഷയങ്ങളിൽ ആ സഹോദരങ്ങൾ അൽഹംദുലില്ലാ മുൻപന്തിയിൽ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മത്സരിച്ചുകൊണ്ട് നിൽക്കുന്ന കൂടപ്പുറപ്പുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ കുടുംബസമേതം അള്ളാഹു ആ കൂടപ്പുറപ്പുകളെയും അവരുടെ ഭാര്യ സന്താനങ്ങളെയും അവരുടെ തലമുറകളെയും അവരുടെ മാതാപിതാക്കളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദുനിയാവും ആഖിറവും അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ വലിയ മഹത്തായ അനുഗ്രഹത്താൽ
പരിശുദ്ധമായ റമളാനിന്റെ ആദ്യത്തെ 10 ഞാനും നിങ്ങളുമുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ റമളാനിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തിയത് അവ്വലുഹു റഹ്മ, റഹ്മത്തിന്റെ 10 ദിവസമാണ്. അള്ളാഹുവിന്റെ കാരുണ്യം ചോദിച്ചു വാങ്ങുവാൻ, അള്ളാഹുവിന്റെ റഹ്മത്ത് ചോദിച്ചു വാങ്ങുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ആ 10 ദിവസങ്ങളിൽ 4ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു. ഈ പോകുന്ന ഒരു ദിവസവും നമുക്ക് തിരിച്ചു ലഭിക്കില്ല. പോകുന്ന ഓരോ നിമിഷത്തിനും വിലപ്പെട്ടതാണ്. അപ്പൊ അൽഹംദുലില്ലാ, ആ പരിശുദ്ധമായ റമളാൻ നമ്മൾ നോമ്പ് പിടിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് അമലുകളും ഒരുപാട് ഇബാദത്തുകളും ചെയ്യുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഒരല്പനേരം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന, ആ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ഒരു ചെറിയ ഒരു ഹദീസ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോ ദിവസവും ഓരോ അറിവാണ് പഠിക്കുന്നത്. ഇന്നലെ നമ്മൾ പഠിച്ചത് നമസ്കാരത്തിന് ശേഷമുള്ള മനോഹരമായ ഒരു ദുആയെ കുറിച്ചാണ് നാം പഠിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പഠിച്ച ആ ഒരു അറിവ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു അറിവ് പഠിക്കാൻ നമ്മൾ തയ്യാറാവുകയാണ്. അൽഹംദുലില്ലാ, ഈ കേൾക്കുന്ന അറിവുകൾ അത് നമ്മളിങ്ങനെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയുന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തിലേക്ക് അത് നമ്മൾ പ്രാവർത്തികമാക്കാൻ തയ്യാറാകുമ്പോൾ അൽഹംദുലില്ലാ, അത് ചെയ്യുന്ന നിങ്ങളും ഈ പറയുന്ന എനിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അൽഹംദുലില്ലാ അർഹമായ പ്രതിഫലം കിട്ടാൻ അതൊരു കാരണമാകും. അതുകൊണ്ട് ഈ പഠിക്കുന്ന ഇൽമുകൾ ജീവിതത്തിൽ ചെയ്യുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇൽമിനോട് വല്ലാത്ത സ്നേഹമുള്ള ഒരു സ്വഹാബിയ, വല്ലാതെ ഒരു അമിതമായിട്ടുള്ള ഒരു ആവേശമായിരുന്നു ഇൽമു പഠിക്കാൻ. ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടെ നിന്ന് ചോദിച്ചു, നബി, എനിക്ക് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ട്, എനിക്ക് സ്വർഗത്തിൽ പോകണം. അപ്പൊ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഉപകാരപ്പെടുന്ന ഒരു ഹദീസ്, എനിക്കൊരു അറിവ് പഠിപ്പിച്ചു തരണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന. നമ്മൾ അള്ളാഹുവിനോട് പരിശുദ്ധമായ റമളാനിൽ 30 ദിവസവും റമളാനിന്റെ ഓരോ 10ലും ദുആകളും മാറും. അല്ലാഹുമ്മ റഹംനി യാ റഹമർ റഹീമീൻ, അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി, അങ്ങനെ ഓരോ ദുആകൾ റമളാനിന്റെ ഓരോ 10ൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഈ റമളാനിന്റെ 30 ദിവസവും നമ്മൾ ചെയ്യുന്ന ഒരു ദുആയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുവേ, നീ എനിക്ക് സ്വർഗം തരണം, എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അപ്പൊ റമളാനിന്റെ 30 ദിവസവും നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അല്ലാത്ത സമയങ്ങളിൽ എപ്പോൾ ദുആ ചെയ്താലും നമ്മൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുന്നവരാ. അപ്പൊ അതുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഉപയോഗമാകുന്ന, അല്ലെങ്കിൽ ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കാരണമാകുന്ന ഒരു ഹദീസ് എനിക്ക് പഠിപ്പിച്ചു തരണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചപ്പോൾ നബിതങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത ഒരു ഹദീസാണ് ഞാനും നിങ്ങളും ഇന്ന് പഠിക്കുന്നത്. ഒന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, അബൂ ഹുറൈറ അവിടെ നിന്ന് പറഞ്ഞത്, അഫ്ശിസ് സലാം, നീ സലാമിനെ അധികരിപ്പിക്കണേ എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിലേക്ക് പോകാൻ കാരണമാകുന്ന ഒരു അമലായി നബിതങ്ങൾ പറഞ്ഞു കൊടുത്തത് സലാമിനെ അധികരിപ്പിക്കാനാണ്. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ മടി കാണിക്കുന്ന ഒരു വിഷയമാണ് സലാം പറയാൻ. നമുക്ക് വല്ലാത്ത മടിയാ. എല്ലാവരോടും, എൻ്റെ പ്രിയപ്പെട്ടവരെ, 2 മുസ്ലിമീങ്ങൾ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് സലാം പറയണമെന്ന. പക്ഷെ നമ്മളിൽ അധികം പേരും അത് പറയാറില്ല. കാരണം നമുക്കതിൻ്റെ പ്രതിഫലം അറിയില്ല. ആ സലാം പറയുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന പ്രതിഫലത്തെക്കുറിച്ചും നേട്ടത്തെക്കുറിച്ചും നമ്മളിൽ പലരും അറിവില്ലാത്തവരാകുന്നു. അതൊരു വലിയ ദുആയ. സലാം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും നിന്റെ മേലുണ്ടാകട്ടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ദുആയാണ്. ആ സലാം പറയുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന നേട്ടം എന്താ? ഹൃദയങ്ങൾ തമ്മിലൊരു മവദ്ദത്ത്, ഒരു സ്നേഹബന്ധം ഉണ്ടാകും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, സലാം പറയുന്നതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധങ്ങൾ ഉണ്ടാവുകയാണ്. ഒരു ഭാര്യയും ഭർത്താവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിക്കുന്നു, ഭാര്യയാണ് വിളിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം.
ഞാൻ എൻ്റെ ഭാര്യയെ ഫോൺ വിളിക്കുമ്പോൾ ഹലോ എന്ന് പറഞ്ഞ് അവരോട് തുടങ്ങാതെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധം അൽഹംദുലില്ലാ അതിന് സലാം ഒരു കാരണമാകുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടപ്പിറപ്പുകൾ ഇന്നത്തെ കാലഘട്ടത്ത് കൂടപ്പിറപ്പുകൾ ശത്രുക്കളെ പോലെ പോരാടുന്നൊരു കാലഘട്ടമാണ്. ഞാൻ മരിച്ചാൽ പോലും എൻ്റെ വീട്ടിൽ കയറിപ്പോകരുത് എന്ന് പറയുന്ന മനുഷ്യന്മാരുടെ കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അവിടെയാണ് സലാമിൻ്റെ മഹത്വം മനസ്സിലാകുന്നത്. പരസ്പരം ഒരു സ്നേഹമുണ്ടാകുന്നു, വൈരാഗ്യം മാറുന്നു, വിദ്വേഷങ്ങൾ മാറുന്നു, ഹൃദയങ്ങൾ തമ്മിൽ അടുക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സഹാബത്ത് ഇങ്ങനെ സലാം പറയും. എല്ലാവരും പരസ്പരം അങ്ങനെ സലാം പറച്ചിൽ മാത്രമായി. അപ്പം നബി തങ്ങൾ രണ്ടാമത് പറഞ്ഞു കൊടുത്തു, ഒന്നും മറഞ്ഞതിന് ശേഷം നിങ്ങൾ സലാം പറയുക. ഒരു തൂണ് മറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർ സലാം പറയും. അത്രത്തോളം പ്രതിഫലം കിട്ടുന്ന മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അനസേ, നീ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ നീ വീട്ടുകാരോട് സലാം പറയണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സലാം പറയുന്നതിലൂടെ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ സലാം പറയുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താ? സലാം പറയുന്നവനും മടക്കുന്നവനും അള്ളാഹു ബറക്കത്ത് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ സലാം പറഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് ഞാൻ പറയുന്നു, നിങ്ങൾ ആരെങ്കിലും ഒരാൾ സലാം മടക്കുന്നു, രണ്ടു പേർക്കും അള്ളാഹു ബറക്കത്ത് ചെയ്യുകയാ. അതാണ് സലാമിന്റെ മഹത്വം. ആ സലാം പറയുന്നതിലൂടെ കിട്ടുന്ന പ്രതിഫലമതാ. ഒരു ഉമ്മ തന്റെ മകനെ സ്കൂളിലേക്ക് വിടുന്നു, അല്ലെങ്കിൽ ജോലിക്ക് വിടുന്നു, കോളേജിലേക്ക് വിടുന്നു. ആ ഉമ്മ സലാം പറഞ്ഞുകൊണ്ടാണ് തന്റെ മകനെ ഇറക്കി വിടുന്നത്. സലാം എന്ന് പറഞ്ഞാൽ, അള്ളാഹുവെ, എൻ്റെ മകൻ അവൻ ജോലിക്ക് പോകുന്നു, അവൻ സ്കൂളിൽ പോകുന്നു, അവന് അള്ളാഹുവെ നിന്റെ ഗുണവും രക്ഷയും നിന്റെ കാവലും ഉണ്ടാകണേ പടച്ചവനെ, നിന്റെ സംരക്ഷണം ഉണ്ടാകണേ. ഒരു ഉമ്മയുടെ ദുആയോളം വലിപ്പമുള്ള എന്താ ഉള്ളേ? ഒരു ഉമ്മയുടെ ദുആ, ഒരു മകൻ അതിനേക്കാളും വലിയ ഒരു കാവൽ എന്താ ഉള്ളേ? ഒരു മാതാവിന്റെ ദുആയ്ക്ക് അത്രയും ഇജാബത്തുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് മാതാവിന്റെ ദുആ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ദുആഉൽ വാലിദി ലി വലദിഹി കദുആഇൻ നബി ലി ഉമ്മത്തിഹി. ഒരു പ്രവാചകൻ തന്റെ സമുദായത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന പോലെയാണ് ഉമ്മ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്. അത്രത്തോളം പുണ്യമുണ്ട് ഒരു ഉമ്മയുടെ ദുആയ്ക്ക്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം പരസ്പരം സലാം പറയുന്നതിലൂടെ നമ്മളുടെ മനസ്സുകൾ തമ്മിൽ അടുക്കുകയാണ്, രണ്ട് ബന്ധങ്ങൾ നിലനിൽക്കുകയാണ്, 3 മനസ്സിന്റെ ഉള്ളിലുള്ള രോഗങ്ങൾ മാറുന്നു. വാശി, വൈരാഗ്യം, വിദ്വേഷം, അസൂയ, ഇങ്ങനെയുള്ള പല ദുസ്വഭാവങ്ങളും മാറാൻ ഒരു സലാം പറയുന്നതിലൂടെ നമുക്ക് കാരണമായി. അതെല്ലാം നമ്മുടെ ദുസ്വഭാവങ്ങൾ മാറും. മൂന്നാമതായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ബറക്കത്തിന് കാരണമാകുന്നു. ആ പറയുന്നവനും മടക്കുന്നവനും, ചിലരാണെങ്കിൽ അസ്സലാമു അലൈക്കും അത്രേ പറയും, ചിലരാണെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, ചിലർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പരിപൂർണമായി പറയുക. സലാം പരിപൂർണമായി പറയുമ്പോൾ അതിൻ്റെതായ പ്രതിഫലം നേട്ടവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഞാൻ വിശദീകരിക്കുന്നില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, അബൂ ഹുറൈറ, നിനക്ക് സ്വർഗത്തിൽ പോകണോ? അതിനുള്ള ഒരു വഴി എന്താണ്? നീ സലാമിനെ അധികരിപ്പിക്കുക. നീ എല്ലാവരോടും സലാം പറ. മുസ്ലിമീങ്ങളെ നീ കാണുമ്പോൾ പരസ്പരം സലാം പറയ്. ചെറിയ സംഘം വലിയ സംഘത്തോട് സലാം പറയണം. അത്രത്തോളം പേര് മടക്കുമ്പോൾ അൽഹംദുലില്ലാ അത്ര പേരുടെ ദുആ നമുക്ക് ലഭിക്കാൻ കാരണമാകും. അമ്മേ, ദേ നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാരെന്താ വിചാരിക്കുക? മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. ഇത്രയും ഫാഷൻ പോരെ മോളെ? പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം.
മോനെ, നന്നായിട്ടിരിക്കാൻ ഇവിടെയല്ല വരേണ്ടത്. മോൻ പോണ്ടത് പ്രകൃതിയിലേക്കാണ്. പ്രകൃതി ചികിത്സയാ? പ്രകൃതി ചികിത്സയല്ല, പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ. റമലാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാൻ എല്ലാ ദിവസവും വൈകിട്ട് 5:30 രാത്രി 11 മണിക്കും ഇടയത്താഴ് സമയം വെളുപ്പിന് 4 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമതായിട്ട് നബിതങ്ങൾ പറഞ്ഞത് കുടുംബ ബന്ധം ചേർക്കാനാ. കുടുംബ ബന്ധങ്ങൾ ചേർക്കുക. ഇന്ന് ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ലാത്ത കാലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കുടുംബ ബന്ധങ്ങൾക്ക് വലിയ സ്ഥാനം കൊടുക്കുന്നില്ല. അത് എത്ര വലിയ പാപമാണെന്നും അത് ചെയ്യുന്നവർക്കുണ്ടാകുന്ന നഷ്ടം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ദുആ ചെയ്യാൻ പോവുകയാണ്. നബി തങ്ങൾ സഹാബത്തിന്റെ മുമ്പിലിരുന്ന് ഉപദേശം നടത്തി. എന്നിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യാൻ സമയമായപ്പോ നബി തങ്ങൾ പറഞ്ഞു അത്രേ, കുടുംബ ബന്ധം മുറിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകാൻ. ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ദുആ ചെയ്യാൻ പോകുന്നു. കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകാൻ. കാരണം അവരവിടെ ഇരുന്നിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ടവർ, ആ ദുആയ്ക്ക് ഉത്തരം തടയാൻ ഇത് കാരണമാകുന്നു. അതുകൊണ്ട് ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക. അത്രത്തോളം കുടുംബ ബന്ധങ്ങൾക്ക് വല്ലാത്ത സ്ഥാനമുണ്ട്. ഏതൊരാളുടെയും അമലുകൾ അള്ളാഹു സ്വീകരിക്കും. ചിലപ്പോ പരിശുദ്ധമായ റമളാൻ ലൈലത്തുൽ ഖദ്ർ വരുന്നു. ശഅബാ മാസത്തിൽ ബറാഅത്തിന്റെ രാവുണ്ടായിരുന്നു. റജബ് മാസത്തിൽ റജബ് 27 ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് പുണ്യമായ ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. പക്ഷെ അന്ന് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും. അള്ളാഹു ഒരുപാട് പേർക്ക് പുറത്തു കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. എല്ലാവർക്കും കൊടുക്കുമ്പോഴും ചിലർക്ക് അള്ളാഹു കൊടുക്കാറില്ല. ആ ചിലരിൽപ്പെട്ട ഒരാളാണ് കുടുംബ ബന്ധം മുറിച്ചു കളയുന്നവൻ. ഒരാൾ 3 ദിവസത്തിൽ കൂടുതൽ ഒരാളോട് പിണങ്ങിയിരിക്കാൻ പാടില്ല. ആ 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങിയിരിക്കുന്നവൻ ഇനി എത്ര വലിയ പുണ്യം ചെയ്താലും അവന്റെ അമലുകൾ അള്ളാഹു സ്വീകരിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഈഗോയാണെന്ന് സലാം പറയാൻ മടി. ഒരാളോട് പോയി ഞാൻ അവനോട് പോയി സലാം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മടക്കുമോ അല്ലെങ്കിൽ അവനെ കളിയാക്കുമോ, ഇതാണ് നമ്മുടെ ചിന്ത. ആ ഒരു ഈഗോ നമ്മൾ മാറ്റണം. അവൻ മടക്കുകയോ മടക്കാതിരിക്കുകയോ അവൻ ഇറക്കി വിടുകയോ നമ്മളോട് സംസാരിക്കുകയോ സംസാരിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, നമുക്കെന്താ വേണ്ടത്? പ്രതിഫലം. 2 സഹോദരങ്ങൾ പിണങ്ങിയിരിക്കുന്നു, രണ്ട് വ്യക്തികൾ പിണങ്ങിയിരിക്കുന്നു. ഒരാൾ ചെന്നിട്ട് ആരാണോ ആദ്യം അങ്ങോട്ട് ചെന്ന് സലാം പറയുന്നത്, ആ സലാം പറയുന്നവന് സ്വർഗത്തിൽ അല്ലാഹു ഒരു ഭവനം കൊടുക്കുമെന്ന. 2 കൂടപ്പിറപ്പുകൾ, 2 കുടുംബക്കാർ, 2 കൂട്ടുകാർ, അവർ ഭാര്യ ആരുമാകട്ടെ, പരസ്പരം പിണങ്ങിയിരിക്കുന്നവരിൽ നിന്ന് ആദ്യം ആരാണോ സലാം പറയുന്നത്, ആ സലാം പറയുന്ന മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം. അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിൽ ഒരു ഭവനം അള്ളാഹു കൊടുക്കും. അതിനേക്കാളും വലിയ എന്ത് നേട്ടം നമുക്കുള്ളത്? അവൻ എന്ത് വേണമെങ്കിലും ചിന്തിക്കട്ടെ, മടക്കുന്നതും മടക്കാതിരിക്കുന്നതും അവന്റെ ഇഷ്ടം. പക്ഷെ പറയുക എന്നുള്ള നമ്മുടെ ബാധ്യതയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ വളർന്നു വരുന്ന കുട്ടികൾക്ക് കുടുംബ ബന്ധങ്ങളുടെ വില മനസ്സിലാകുന്നില്ല, അറിയില്ല. ഇത് ഇന്ന ആളുടെ മകനാണെന്ന് പറയുമ്പോഴാണ് അറിയുന്നത്. എന്നാൽ ഇത് മോനെ, ഇത് വാപ്പയുടെ സഹോദരന്റെ മകനാ അല്ലെങ്കിൽ മകളാ, ഉമ്മയുടെ സഹോദരി, ഇന്ന് ബന്ധങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പോലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ജനങ്ങൾ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് നബിതങ്ങൾ പറഞ്ഞു കൊടുത്ത രണ്ടാമത്തെ ഒരു സൽക്കർമ്മം, സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന രണ്ടാമത്തെ ഒരു സൽക്കർമ്മമായി പറഞ്ഞു കൊടുത്തത് കുടുംബ ബന്ധങ്ങൾ ചേർക്കാനാ. മൂന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ രാത്രിയിലെ അബൂ ഹുറൈറ, രാത്രി എഴുന്നേറ്റ് നീ നിസ്കരിക്കുന്ന നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എത്രത്തോളം പുണ്യം കിട്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എൻ്റെ പ്രിയപ്പെട്ടവരെ, തഹജ്ജുദ് നിസ്കാരം അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. പള്ളിയിൽ പോയി നിസ്കരിക്കാൻ എല്ലാവർക്കും പറ്റും, 5 നേരം ഫർള് നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷെ ഈ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ല. അതിനൊരു ഭാഗ്യമുണ്ടാകണം. നബിതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, പല ഹദീസുകളും വരുന്നുണ്ട്. ഒരാൾ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചാൽ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റൂ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് മാത്രമേ തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയൂ എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പഠിപ്പിക്കുകയാണ്. തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടണം. അതിന്റെ പ്രതിഫലം എന്താ? ചിലപ്പോൾ നീ നിസ്കരിക്കുന്നത് നിന്റെ ഭാര്യ പോലും അറിയില്ല, നിന്റെ മക്കൾ പോലും അറിയില്ല, നാട്ടുകാരും കുടുംബക്കാരും ആരും അറിയുന്നില്ല നീ നിസ്കരിക്കുന്നത്. നീയും അള്ളാഹു മാത്രമേ അറിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രതിഫലം എന്താ? നീ നിസ്കരിക്കുന്നത് നീയും അള്ളാഹു അറിയുന്നുള്ളൂ, ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല.
അതിന്റെ പ്രതിഫലം നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വരുമ്പോ രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കും. എല്ലാവരും തല ഉയർത്തി തല താഴ്ത്തി പിടിച്ചു വരുന്ന ദിവസമാണ് മഹ്ശറ. ആ ഭയാനകമായ ദിവസത്തിൽ തല ഉയർത്തി വരുന്ന രണ്ട് വിഭാഗമുണ്ട്. ആ രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗമാരാ? ഈ തഹജ്ജുദ് നിസ്കരിച്ചവരാ. ഈ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചവർ നാളെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിൽ കടന്നു വരുമെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അവര് തല ഉയർത്തിപ്പിടിച്ചവരെന്നെ. കാരണം എന്തേ? അന്ന് കോടാനുകോടി വരുന്ന ജനങ്ങൾ മുഴുവനും നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ തല ഉയർത്തി ഇസ്സത്തോടെ അഭിമാനത്തോടു കൂടി കടന്നു വരുന്നു. കാരണം എന്തേ? അവര് രാത്രിയിൽ അള്ളാഹുവിനെ എഴുന്നേറ്റ് ഓർത്തവർ. നല്ല സുന്ദരിയായ ഭാര്യയോടൊപ്പം പുതപ്പിന്റെ കീഴിൽ കിടക്കുമ്പോഴും അവരെ മാറ്റിക്കിടത്തിയിട്ട് എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ ഉതുവെടുത്തിട്ട് ആ ഇരുട്ട റൂമിൽ ചെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ അവർ തയ്യാറായപ്പോ അള്ളാഹു ദുനിയാവിൽ ആരും അറിഞ്ഞില്ല. പക്ഷേ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ അവർ തല ഉയർത്തി നടന്നു വരും. അത്രത്തോളം പ്രതിഫലമാണ് തഹജ്ജുദ് നിസ്കാരത്തിന് അള്ളാഹു കൊടുക്കുന്നത്. വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുമത്ര പരലോകത്ത്. കോടാനുകോടി ജനങ്ങൾ നിൽക്കുന്ന അള്ളാഹുവിന്റെ മഹ്ശറയിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുന്നു. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. നബിതങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുന്നു. ആ രാത്രിയിൽ നിസ്കരിച്ചവർ ഇങ്ങ് കടന്നുവാ. ആ രാത്രി എഴുന്നേറ്റ് അള്ളാഹുവിനെ ഓർത്തവർ, ഒരു നാട് മുഴുവനും എല്ലാവരും കിടന്നുറങ്ങുന്ന സമയം എഴുന്നേറ്റ് പടച്ച റബ്ബിനെ ഓർത്ത് 2 റക്അത്ത് നിസ്കരിച്ചവരിങ്ങ് കടത്തുവാ. എന്നിട്ട് അള്ളാഹു പറയുന്നു, വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. നിങ്ങൾക്കിന്ന് വിചാരണയില്ല, നിങ്ങൾക്കിന്ന് ഹിസാബില്ല. നിങ്ങൾ ഈ പരലോകത്ത് കടന്ന് പ്രയാസപ്പെടേണ്ടവരല്ല. നിങ്ങൾ ആ കാണുന്ന സ്വർഗത്തിലേക്ക് കടന്നുപോക്കോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സ്വർഗത്തിലേക്ക് കടത്തിവിടുമെന്ന് മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റമളാൻ മാസമാ. നമ്മളെല്ലാവരും എന്തായാലും അൽഹംദുലില്ലാ വെളുപ്പാങ്കാലത്ത് എഴുന്നേക്കും. നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കേണ്ടവരാ, സുബഹിക്ക് മുമ്പേ ഭക്ഷണം കഴിക്കുന്നവരാ നമ്മൾ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും പടച്ചവനെ 3 മണിക്ക് 3:30ക്ക് 4 മണിക്ക് എഴുന്നേക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും ഉതുവെടുക്കും, സുബഹി നിസ്കരിക്കണം, പള്ളിയിൽ പോകണം. ആ ഭക്ഷണം കഴിക്കാൻ എഴുന്നേക്കുമ്പോൾ ഒരു 2 റക്അത്ത് നിസ്കരിച്ചുകൂടെ? ഒരു 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയമുണ്ടല്ലോ, ഭാഗ്യമുണ്ടല്ലോ. എന്നിട്ടും നമ്മൾ അലസത കാണിച്ചാൽ, അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുത്ത വലിയ ഒരു നന്മയാണ്. എന്ത്? സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുന്നൊരു നന്മയാണ് ആ രാത്രിയിലുള്ള 2 റക്അത്ത് നമസ്കാരം. അൽഹംദുലില്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നിസ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാകണം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡിങ് ഡ്രസ്സിന്റെയോ പാർട്ടി വെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണം. അതിന് പറ്റിയ ഒരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത്, വെഡിങ് ബൈ സിഗ്നേച്ചർ. വിമന് മാത്രമല്ല, മെൻസ്, കിഡ്സ്, അങ്ങനെ എല്ലാവർക്കും ഇവിടുന്ന് പാർട്ടി വേസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അഫോർഡബിൾ ലക്ഷറി, അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ദിസ് ഈസ് ദർ ചിത്രകാർ ലോഞ്ച്. ഇവിടെയാണ് എല്ലാം മാജിക് നടക്കുന്നത്. ദേ ഹാവ് ഇൻ-ഹൗസ് ഡിസൈനേഴ്സ്, സ്റ്റിച്ചിങ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ. Ground floor is called Seasons and is for party wears and salwars. First floor Chitrakar Lounge has fabrics from all over India. Second floor Mangal Muhurta collections is for lehengas, gowns and sarees for any occasions. Third floor Vardhaman is exclusive for men. ഡിസൈനേഴ്സിനോട് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന യുണീക് ഡ്രസ്സസ് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് ഫാബ്രിക് ഒക്കെ ചൂസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. Signature Groom and Bride opposite Shangas Hospital, Kollam. റമളാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാൻ എല്ലാ ദിവസവും വൈകിട്ട് 5:30 രാത്രി 11 മണിക്കും ഇടയത്താഴ സമയം വെളുപ്പിന് 4 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. അൽഹംദുലില്ലാ 4ാമത്തെ ദിവസമാണ്. ഇന്നലെ വരെ തുടരാത്തവർ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ അൽഹംദുലില്ലാ, അല്ലെങ്കിൽ നാളെ മുതൽ ഇൻഷാ അല്ലാഹ് റമളാൻ തീരുന്നത് വരെ അൽഹംദുലില്ലാ നമ്മുടെ ജീവിതത്തിൽ നിത്യമായി നിസ്കരിക്കുകയാണെങ്കിൽ ഒരു ഫറദിന്റെ കൂലി കിട്ടും. അത് മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുറുകെ പിടിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പഠിച്ച ഈ 3 കാര്യങ്ങൾ, നബിതങ്ങൾ പഠിപ്പിച്ച 3 കാര്യങ്ങളിൽ ഒന്ന്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരസ്പരം സലാം പറയുക, അതിനെ നമ്മൾ അധികരിപ്പിക്കുക. അതിലൂടെ നമുക്ക് വലിയ നേട്ടമുണ്ട്. 2, കുടുംബ ബന്ധങ്ങൾ ചേർക്കുക. അത് നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക്, മക്കൾക്കും കൊച്ചുമക്കൾക്കും ബന്ധങ്ങളും സ്വന്തങ്ങളുടെയും മഹത്വം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. 3ാമതായിട്ട് രാത്രിയിലെ നിസ്കാരം അത് മുറുകെ പിടിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള
അതിനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നവരുണ്ട്, രോഗികളായി കിടക്കുന്നവരുണ്ട്. ഈ വിശുദ്ധമായ റമളാൻ മാസത്തിൽ ഒരു നോമ്പ് പോലും പിടിക്കാൻ കഴിയാതെ എത്രയോ പേര് പ്രയാസപ്പെടുന്നവരുണ്ട്. അർഹമുറഹീമായ പടച്ചവനെ, ദയാലുവായ അള്ളാഹുവെ, അവരുടെ പ്രയാസങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ പടച്ചവനെ. അവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ പടച്ചവനെ. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ, ഇബാദത്തിന് തടസ്സം വരുന്ന ഒരു രോഗവും ഞങ്ങൾക്ക് ആർക്കും നീ തരല്ല റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ കുടുംബങ്ങളിൽ മരണപ്പെട്ടു പോയവർ, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും സ്വർഗവും നൽകണേ തമ്പുരാനെ. റഹമുറഹീമായ പടച്ചവനെ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സഹായിക്കുന്നവർ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ പടച്ചവനെ. അൽഹംദുലില്ലാ, ഈ അൽ ബയാൻ എന്ന് പറയുന്ന ക്ലാസ് സ്പോൺസർ ചെയ്തിരിക്കുന്ന MK ഫാബ്രിക്സിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ 3 സഹോദരങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ബിസിനസ്സിൽ അള്ളാഹു അഭിവൃദ്ധി നൽകുമാറാകട്ടെ. ഒരു ദിവസം പോലും മുടങ്ങാതെ അൽഹംദുലില്ലാ ഈ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്, ഒരുപാട് ഉമ്മമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന സമയം ഈ ചെയ്യുന്ന നന്മകളുടെ പ്രതിഫലം കണ്ടുകൊണ്ട് മരിക്കുവാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ ഈ അൽ ബയാൻ എന്ന് പറയുന്ന ഈ ക്ലാസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അൽഹംദുലില്ലാ, ഏറ്റവും നല്ല ഒന്നാമത്തെ ചോദ്യത്തിനുള്ള പരസ്യം നമുക്ക് നൽകുന്നത് MK സിഗ്നേച്ചർ. അൽഹംദുലില്ലാ, നമ്മുടെ കൊല്ലം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു വലിയ സ്ഥാപനമാണ്. ശങ്കേഷ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രവർത്തിക്കുന്ന വലിയൊരു സ്ഥാപനം. അൽഹംദുലില്ലാ, നാസറുദ്ദീൻ സാഹിബും തൻ്റെ കുടുംബവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ജീവിത മാർഗത്തിൽ, അവരുടെ ബിസിനസ്സിൽ അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സും നല്ല മരണവും സ്വർഗവും അള്ളാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നമുക്കുമെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല രണ്ടാമത്തെ ചോദ്യം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അൽഹംദുലില്ലാ അറഫ ഗോൾഡ് അട്ടക്കുളങ്ങര ബഹുമാനായ ലത്തീഫ് സാഹിബും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബിസിനസ്സിലൊക്കെ അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അവരുടെ ഭാര്യ സന്താനങ്ങൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിൽ ആരെല്ലാം മരണപ്പെട്ടു പോയോ അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ്. അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല മൂന്നാമത്തെ ചോദ്യം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അൽഹംദുലില്ലാ പ്രകൃതി ഹോസ്പിറ്റൽ കരുനാഗപ്പള്ളി, കൊച്ചി ഇടപ്പള്ളി, മലപ്പുറം ഇടപ്പാൾ. അൽഹംദുലില്ലാ ഷഫീഖ് ഡോക്ടറാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന, അൽഹംദുലില്ലാ ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളിൽ ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു ഡോക്ടറാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ചെയ്യുന്ന ഈ നല്ല പ്രവർത്തനങ്ങളുടെ പ്രതിഫലം മരിക്കുന്ന സമയത്ത് കണ്ടു മരിക്കാൻ അള്ളാഹു അദ്ദേഹത്തിനും നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കേണ്ട വിലാസം അൽ ബയാൻ, ദാറുൽ ഇഷ്ക്, TC 49/416, SNRA 111, കുത്തുകല്ലുംമൂട്, മണക്കാട് PO, തിരുവനന്തപുരം 9. അൽഹംദുലില്ലാ, നമ്മുടെ ഈ അൽ ബയാൻ 2025 ഈ ഒരു പ്രോഗ്രാം നമുക്ക് ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് എല്ലാ വർഷവും അൽഹംദുലില്ലാ സ്പോൺസർ ചെയ്തിരിക്കുന്നത് MK ഫാബ്രിക്സ് കൊല്ലം. അൽഹംദുലില്ലാ കൊല്ലം ജില്ലയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ ഓണർമാരായ നാസറുദ്ദീൻ സാഹിബും ഷറഫുദ്ദീൻ സാഹിബ്, നിസാറുദ്ദീൻ സാഹിബ്, ഈ 3 കൂടപ്പുറപ്പുകൾ അൽഹംദുലില്ലാ ആ സഹോദരങ്ങളാണ് നമ്മുടെ ഈ പരിപാടി വർഷങ്ങളായി സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്ഥാപനങ്ങളിൽ അള്ളാഹു ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദീനിനോട് കാണിക്കുന്ന ആ ഒരു വല്ലാത്ത ഒരു ബന്ധം അൽഹംദുലില്ലാ അള്ളാഹു മരിക്കുന്ന സമയം അതിൻ്റെയൊക്കെ പ്രതിഫലം കണ്ടു മരിക്കുവാനും നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടുവാൻ അള്ളാഹു അവർക്കും ഈ ക്ലാസ് കേൾക്കുന്ന നമുക്കും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഇൻഷാ അല്ലാഹ് ഈ അവസരത്തിൽ ഞാൻ ദുആ ചെയ്യുന്നു. പാപം തുറന്നെടുത്തു ഞാൻ തൗഹീദിൻ മന്ത്രം മറന്നു നടന്നു. എങ്കിലും റംസാൻ തീർത്ഥത്തിൽ മുങ്ങിയ എൻ പാപമെല്ലാം തീരുകില്ലേ നാഥൻ എൻ്റെ
ഫാബ്രിക്സ്, റംസാൻ മൊഴിമുത്തുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മൈ വെഡിങ്, മൈ MK ഫാബ്രിക്സ്, MK റോഡ്, കൊല്ലം. Signature Groom and Bride, opposite Shangas Hospital, Kollam. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ.